പ്രവീൺ, വളരെ വികാരപരമായ ചില പ്രതികരണങ്ങളും കാണാമല്ലോ അവിടെ. എത്ര നേരം ഇത് നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് ഒരു ഊഹവും സാധ്യവുമല്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? പോലീസ് പറയുന്നത് ഈ സമരക്കാരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ ഗുണ്ടായിസം കാണിക്കരുത് എന്ന ഒരു വാക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമരക്കാരോട് പറഞ്ഞത്. അതേസമയം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ഇവിടെ നിന്ന് പോകാൻ തയ്യാറല്ല. ഒപ്പം തന്നെ BJP പ്രവർത്തകരുമുണ്ട്. ഇവിടെ ഒരു രീതിയിലും പ്രാർത്ഥന നടത്താൻ അനുവദിക്കില്ല, ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തങ്ങൾ ഈ പ്രാർത്ഥന ഹാളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയവരും അറിയിക്കുന്നത്. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തരുതെന്ന് ഇവിടെ പ്രാർത്ഥന നടത്താൻ എത്തിയവർ പറയുന്നു. അതേസമയം വനിതാ പോലീസ് ഇപ്പോഴും ഈ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിയ പ്രാർത്ഥനാ ഹാളിലേക്ക് എത്തിയ ആളുകളെ തടയുന്നുണ്ട്, അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഒരുപക്ഷേ ഈ അകത്തേക്ക് ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംഘർഷത്തിലേക്ക് പോകും. കാരണം എതിർവശത്ത് ഈ ഒരു ആക്ഷൻ കൗൺസിൽ ഒപ്പം തന്നെ BJP പ്രവർത്തകരുമുണ്ട്. അതുകൊണ്ട് ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കെട്ടിട ഉടമ, ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഉടമയായിട്ടുള്ള പാസ്റ്റർ ബിനോ വാഴമുട്ടത്തിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഈ കെട്ടിടത്തിൽ നിന്നും ഈ പ്രാർത്ഥനാലയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നോട്ടീസ് നൽകിയത്. അതേസമയം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തും ഈ ഗ്ലോബൽ എലോഷിപ്പ് സെന്റർ പ്രാർത്ഥനാലയം ഇവിടെ പ്രവർത്തിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കെട്ടിട ഉടമയ്ക്കും നോട്ടീസ് നൽകിയിരുന്നു. അങ്ങനെ 2 നോട്ടീസുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം ഈ പ്രാർത്ഥനാലയം, അങ്ങനെ നോട്ടീസ് കൊടുത്ത പ്രാർത്ഥനാലയത്തിലേക്കാണ് ഇപ്പോൾ ഈ വിശ്വാസികൾ എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. അത് വനിതകളാണ് കൂടുതലായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ഈ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിയവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു സംഘർഷം ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന നടത്താനെത്തിയവർ പിന്മാറുന്നില്ല, അവർ ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതേസമയം തന്നെ ഈ സമരക്കാരും പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംഘർഷ സാധ്യത ഇവിടെയുണ്ട്. പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്, വനിതാ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രാർത്ഥന നടത്താൻ എത്തിയ ആളുകളുമായി, പ്രാർത്ഥന നടത്താൻ എത്തിയ വനിതകളുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ പോലീസിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ല. തങ്ങളുടെ സ്വാതന്ത്ര്യം, അത് ആരാധനാ സ്വാതന്ത്ര്യം, അതിനെ തടയരുത് എന്നാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള വനിതകളും പറയുന്നത്. അതേസമയം തന്നെ ഈ സമരത്തിന് എത്തിയ ആളുകളും BJP പ്രവർത്തകരും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും എല്ലാം തന്നെ കടുത്ത നിലപാടിൽ തന്നെയാണ്. ഒരു രീതിയിലും ഈ പ്രാർത്ഥിക്കാൻ എത്തിയ ആളുകളെ അവർ അകത്തേക്ക് കടത്തിവിടില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഓമല്ലൂരിൽ, പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് മുന്നിൽ നടക്കുന്നത്. പാസ്റ്റർ ബിനോ വാഴമുട്ടം ഇവിടേക്ക് എത്തിയിട്ടില്ല, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്നൊക്കെ പാസ്റ്റർ ബിനോ വാഴമുട്ടം ഉണ്ടാകുന്നല്ലോ. കുറച്ചുകൂടി ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതെ, ഇപ്പോൾ ഈ പ്രാർത്ഥന നടത്താൻ എത്തിയ ആളുകൾ അവർ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ തടയാൻ കഴിഞ്ഞില്ല. തങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥന നടത്താൻ എത്തിയവർ ഗ്ലോബൽ എലോഹിം വർഷിപ്പ് സെന്റർ പ്രാർത്ഥന ഹാളിൽ പ്രവീൺ, ഈ പഞ്ചായത്ത് അധികൃതരും ഇത് തടയാനെത്തിയ ആളുകളും ഈ വർഷിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തിയ ആളുകളും തമ്മിൽ വാക്കേറ്റവും കാണാൻ കഴിയുന്നുണ്ട്. അവരെന്തായാലും ആരാധനാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പോലീസ് എന്തെങ്കിലും ചെയ്യാനില്ല.
മാധു, ഈ പ്രവേശന കവാടത്തിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥിക്കാനെത്തിയവർ ഉറച്ച നിലപാടെടുത്തു. അവർ ഈ ഗ്ലോബൽ ഫെലോഷിപ്പ് സെന്ററിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത്. അവർ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കാനെത്തിയ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരികയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലേക്കുള്ള പ്രവേശന ഭാഗമാണ്. ഇതിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ പ്രാർത്ഥനാലയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഏതായാലും ഈ പ്രാർത്ഥിക്കാൻ എത്തിയവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് അവർ അവിടേക്ക് പോയി. അവർ ആദ്യം തന്നെ പറഞ്ഞത് തങ്ങൾ പ്രാർത്ഥിക്കാൻ എത്തിയവരാണ്, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം തങ്ങളുടെ തടയരുത് എന്നുള്ളതാണ്. അതേസമയം തന്നെ പോലീസും പരമാവധി ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. ഇവിടെ ഇപ്പോൾ ആക്ഷൻ കൗൺസിലും BJP പ്രവർത്തകരും ഈ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തുണ്ട്. ഈ രണ്ട് കൂട്ടരെയും തമ്മിൽ സംഘർഷം ഉണ്ടാക്കാതെ ഒരു ശാന്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഏതായാലും ആദ്യഘട്ടത്തിൽ വലിയ തർക്കങ്ങൾ നടന്നു. ഇപ്പോൾ ഏതായാലും ഈ പ്രവർത്തകരെല്ലാം ഈ വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പ്രാർത്ഥനാലയം ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ ഈ വിശ്വാസികൾ പോയിരിക്കുന്നത്. ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു, ഉന്തും തള്ളും ഉണ്ടായിരുന്നു. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഗ്ലോബൽ എലോഹിം സെന്ററിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ അവർ പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങളെ നിയമപാലകരെ അനുവദിച്ച് കയറാൻ. അതെ, ആരാധന ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്കൊരു സൗണ്ട് പ്രൂഫ് ഹാളാണ്. ഞങ്ങൾ ഒരു വഴക്കിനും ഇല്ല, ഞങ്ങൾ ഒന്നിനും പോകുന്നവരല്ല. ഈ സ്ഥാപനത്തിന് അനുബന്ധ സ്ഥാപനത്തിലല്ലേ കുട്ടികൾക്ക് ക്രൂരമർദ്ദനമേറ്റത്? കുട്ടികൾക്കുള്ളത് അത് നിയമപാലകര് അതിന് പ്രതികളെന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് കോർട്ടിൻ്റെതായ രീതി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ അതിനകത്ത് 100% അവരെ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കുട്ടികളുടെ മൊഴിയുണ്ടല്ലോ, പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. എന്തെല്ലാം നമ്മുടെ പല കാര്യങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്നത് നീതിപൂർവമാണോ? അവിടെ കുട്ടികൾക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്നാണോ മാഡം പറയുന്നത്? കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടികൾ തമ്മിൽ അവിടെ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ടും സമൂഹത്തിന് അവർ ഇനിയും ജീവിക്കേണ്ടതായതുകൊണ്ടും അത് പറഞ്ഞു വിട്ടെന്നുള്ള സത്യമാണ്. കുട്ടികൾ അവിടെ കുട്ടികൾ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അവര് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കോർട്ട്. മാഡം, ഒരു കാര്യം കൂടി, വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു. അടുത്ത മാസം വരെ അനുമതി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ മാസം ഒരു യോഗം ചേരുന്നുണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനായിട്ട് സർക്കാർ. പക്ഷെ എങ്ങനെ അവിടെ കുട്ടികളെ താമസിപ്പിച്ചു? കുട്ടികളെ അവിടെ അല്ല താമസിപ്പിച്ചത്. ഞങ്ങളുടെ പാസന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി ആളുകൾ എത്തുന്നു. അതിൽ സാമ്പത്തിക പരാധീനതയുള്ള കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ അടുത്ത് പറഞ്ഞിട്ട് അവരെ വൃദ്ധസ്ഥാനത്തിലേക്ക് മാറ്റുകയല്ലേ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പണ്ടും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റർ ചെയ്യാറുണ്ട്. അതിന്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കൊരു വിപത്ത് വരുമെന്ന് ഞങ്ങൾ മനസ്സാവാച അറിഞ്ഞിട്ടില്ല. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൽ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. പൂർണ്ണമായും ഈ മേഡം പറഞ്ഞ പോലെ ന്യായീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ ശിക്ഷപ്പെടട്ടെ എന്നൊക്കെ പറയുന്നു. അത് ശരിയാണോ? അത് തെറ്റ് ചെയ്തവരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആരെ. പക്ഷെ അത് നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ആരാധന തടസ്സപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച മനഃപൂർവ്വമായിട്ടുള്ള വാശിയാണ്. അത് ഞങ്ങളിവിടെ അവരെ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെന്നീർക്കര പഞ്ചായത്ത് ഇപ്പോൾ ഈ കെട്ടിട ഉടമയും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ബിനു വാഴമുട്ടത്തിന് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇങ്ങോട്ട് വന്നത്? 100% നല്ലൊരു മനുഷ്യനാണ്. എങ്കിലും മാനുഷികമായിട്ട് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? ആ മനുഷ്യനെ ഞങ്ങൾ ഇന്നും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കൂടുതലായിട്ടുള്ള അടുത്ത വിവരങ്ങൾ നൽകുന്നത്. കുട്ടികളെ അവിടെ ഈ വൃദ്ധസദനത്തിലല്ല താമസിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ അധികൃതർ പറയുന്നത്. മറ്റെവിടെയാണ് താമസിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. CWC അംഗങ്ങൾ അടക്കം വന്ന് അവിടെ നിന്ന് കുട്ടികളുടെ മൊഴിയെടുത്തതാണ്. ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. വൈദ്യപരിശോധന അടക്കം നടത്തിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. കുട്ടികളെ അവിടെയല്ല താമസിപ്പിച്ചത് എങ്കിൽ കുട്ടികളെ താമസിപ്പിക്കാൻ അധികൃതരുടെ അനുമതിയുള്ള മറ്റെന്ത് സംവിധാനമാണ് ഈ എലോഹിം വർഷിപ്പ് സെന്ററിന് സമാനമായി പ്രവർത്തിക്കുന്നത് അവിടെ എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.